റൈറ്റ്. നെക്സ്റ്റ് ആണ് നമ്മൾ കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിച്ചേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എർത്ത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് കേട്ടോ വരുന്ന പോണത്. പ്ലീസ് ഗൈസ് ലിസൺ ടു ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ വേണമെങ്കിൽ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എർത്ത് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നതിന് മുമ്പേ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം, ബേസിക് നോളേജ്. സപ്പോസ് ഐ ഹാഡ് എ കോമ്പസ് ലൈക്ക് ദിസ്. ഞാൻ അടുത്തുള്ളതാണ് എന്നാലും. ദിസ് ഇസ് യുവർ സൗത്ത് പോൾ ആൻഡ് ദിസ് ഇസ് യുവർ നോർത്ത് പോൾ. ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് ദ നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് അലൈൻ? ഏത് ഡിറക്ഷനിലേക്കാണ്? മാഗ്നറ്റിക് ഫീൽഡിൽ അലോങ് ആണ് കേട്ടോ അലൈൻ ചെയ്യാം, അറിഞ്ഞിരിക്കണം. Which I have learned or taught you guys. So the help of a magnetic needle, but north pole of a magnetic needle always aligns along with the magnetic field line. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോണേ, നമ്മുടെ ഇത് എർത്ത് ഞാൻ വരയ്ക്കണം കേട്ടോ. ഒരു കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കാമായിരുന്നു. അപ്പോൾ റൈറ്റ്, സോ ദിസ് ഇസ് യുവർ എർത്ത്. Right. So what we did it, we kept the magnetic needle at different position on the earth surface. See guys, earth surface വരയ്ക്കുമ്പോൾ വട്ടത്തിലാണെങ്കിൽ എല്ലായിടത്തും ഹൊറിസോണ്ടലാണെന്ന് അറിയാലോ, പ്ലെയിൻ ആണെന്നുള്ള ബോധം ഉണ്ടാവണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ തെന്നി വീഴും. അങ്ങനെയല്ല പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത്. ചില യൂറോപ്പിൽ ഇപ്പോഴും ഓറിൻ്റെ അമേരിക്കയിലൊക്കെ there are some communities who still believe that the earth's shape is flat. That's why you cannot move, they say, and at one end if you reach you can fall off. ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നോക്കി ഇത്ര ജനറേഷൻ വരെ എത്തിയിട്ടും there are still organizations ഉണ്ട് കേട്ടോ. They still fight for it, that they want to implement that the earth is not spherical or oval in shape, it is flat in shape. അപ്പോൾ ആസ്ട്രോണേഴ്സൊക്കെ ഇത്ര പുറത്തേക്ക് പോയിട്ട് എർത്തിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടും അവർ പറയണത് അതൊക്കെ ഫോൾസ് ആണ്. നാസ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫ്രോഡാണ്. ഏത് ബഹിരാകാശ ISRO ആയാലും ഏത് ബഹിരാകാശ ഓർഗനൈസേഷനൊക്കെ ഫ്രോഡാന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെയല്ല, നമ്മൾ കറക്റ്റായിട്ട് ബേസിക്കായിട്ട് തന്നെ മനസ്സിലാക്കി എർത്ത് ഷേപ്പ് ഇസ് ഓവൽ, ബട്ട് അത് നമുക്ക് നേക്കഡായി കാണാൻ പറ്റില്ല. ഇഫ് യു വാണ്ട് ടു സീ യു ഹാവ് ടു ഗോ ഔട്ട് സൈഡിൽ. എന്നതിൻ്റെ പേഴ്സ്പെക്റ്റീവ്, എർത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് മനസ്സിലാവേണ്ട ഷേപ്പ് എന്താണെന്ന്. ക്ലിയർ ആവുമ്പോഴേക്കിന് അറ്റ് എർത്ത് നിൽക്കുമ്പോൾ യു ക്യാൻ നെവർ ഫീൽ ദാറ്റ് ദ എർത്ത് ഈസ് ഓവൽ, റൈറ്റ്, ഓർ എഗ്ഗിൻ്റെ ഷേപ്പിലാണ് നമുക്ക് തോന്നുന്നില്ല. ക്ലിയർ? അപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ എർത്തിൻ്റെ ഫീൽഡ് ലൈൻസിലേക്ക് പോകാം, റൈറ്റ്. അപ്പോൾ എന്താ ചെയ്തത്, കോമ്പസിൻ്റെ ഓരോ പൊസിഷൻ, ഇപ്പോൾ ഞാൻ നിൽക്കുവാണെങ്കിൽ ശരിക്കും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഏതാണ്ട് വരയ്ക്കണം. തലകുത്തി നിൽക്കണമല്ല കേട്ടോ, എർത്ത് സർഫസിൽ നേരെ നിൽക്കണതാണ്, റൈറ്റ്. സോ ഞാനിവിടെ വെച്ചിട്ടൊരു കോമ്പസ് പിടിക്കുകയാണ്, റൈറ്റ്. അപ്പോൾ കോമ്പസ് വെച്ച് അതിൻ്റെ അനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, അതായത് ഇവിടെ വെച്ചു, ഇയാൾ ഇവിടെ, അതായത് ഞാനിവിടെ നിന്നിട്ട് ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ എന്തായാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പറ്റില്ല, ഞാൻ വേറെ വരയ്ക്കേണ്ടി വരും. എന്നാലും പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ കണ്ടത് ഈ ഭാഗം നോർത്തും ഈ ഭാഗം സൗത്തായിട്ട് തിരിഞ്ഞു വന്നു. അല്ലേ, ദ മാഗ്നറ്റിക് നീഡിൽ വാസ് പൊസിഷൻ ലൈക്ക് ദിസ്, റൈറ്റ്. സഡൻലി വെൻ ഇയാൾ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിർത്തിയെന്ന് വിചാരിക്കാം. അവിടെ പിടിച്ചപ്പോൾ അയാളുടെ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നു. ക്ലിയർ ആവുന്നതിന്, റൈറ്റ്. സോ ദിസ് ബിക്കംസ് നോർത്ത് ആൻഡ് ദിസ് ബിക്കംസ് സൗത്ത്. അങ്ങനെ വരച്ച് വന്നിട്ട് അയാൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരച്ചത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ. പൊസിഷൻസ് മനസ്സിലാവുന്നതായിരിക്കണം, റൈറ്റ്. അതേമാതിരി അയാൾ ഇവിടെ നിന്നപ്പോഴേ വെൻ ഹി വാസ് ഹിയർ, റൈറ്റ്, മാഗ്നറ്റിക് നീഡിൽസ് ഇങ്ങനെയാണ് നിന്നിരുന്നത്. This became north and this became south, right. ക്ലിയർ ആവുമ്പോഴേക്കിന് അപ്പോൾ നോർത്ത് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ലോങ് അല്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. ക്ലിയർ ആവുണ്ടോ? ഡിറക്ഷൻസ് മനസ്സിലായിരിക്കുന്നത്. ദിസ് ഡിറക്ഷൻ, ദിസ് ഇസ് ഇൻ ദിസ് ഡിറക്ഷൻ, അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇതിനനുസരിച്ച് വി ഡ്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, ഓർ ദ സയൻറ്റിസ്റ്റ് ഡ്രൂ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എർത്ത് ആൻഡ് ദേ ഫൗണ്ട് ഇറ്റ് ലൈക്ക് എ ബിറ്റ് ഡിഫറെൻറ്റ്. അതായത് ഇതാണ് എർത്ത് എന്ന് വിചാരിക്കുക, റൈറ്റ്. കുറച്ച് നോർമലസ് ആയിരുന്നു കേട്ടോ. അതായത് ഈ പോയിന്റിൽ നിന്ന് എടുക്കാം, നമുക്ക് കുറച്ച് ചരിഞ്ഞ് വരയ്ക്കാം.
ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടത്. അതായത് ഇവിടെ നല്ല സ്പേസിങ്, ഇത് പ്രാക്ടിക്കലി കണ്ടുപിടിച്ചതാണ് കേട്ടോ. റൈറ്റ്, ദേ ഫൗണ്ട് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇൻ ദിസ് സൈഡ്. റൈറ്റ്, അത് നേരെയല്ല നിൽക്കണമെന്ന് മനസ്സിലാണല്ലോ, ഇങ്ങനെയല്ല, ഒന്ന് ചരിഞ്ഞിട്ടാണ്. ഇങ്ങനെയല്ല മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വന്നത്. അതായത് വരച്ചതാണ് ഇതിനനുസരിച്ച്, ഇങ്ങനെ അനുസരിച്ച്. അതായത് കോമ്പസ് ആദ്യം ഇവിടെ വെച്ചു. റൈറ്റ്, അതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വന്നു. റൈറ്റ്, പിന്നെ കോമ്പസ് ഇവിടെ വെച്ചു. പിന്നെ കുറച്ച് ദൂരേക്ക് നിന്നു, അതായത് എർത്തിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് അല്ലാണ്ട് കുറച്ച് ദൂരെ നിന്നു. അങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ സ്പേസിങ് കൂടി കൂടി വരും, ഇവിടെയും കൂടി വരും. പക്ഷേ റൈറ്റ് സൈഡ് എന്താ കുറച്ച് വൈഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. ആൻഡ് ലെഫ്റ്റ് സൈഡ് വെരി ക്ലോസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ആൻഡ് സ്ട്രെയിറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇറ്റ്സ് നോട്ട് സ്ട്രെയിറ്റ് ഗൈസ്. എന്താ സ്ട്രെയിറ്റ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നേനെ, ഇതൊന്ന് ചരിഞ്ഞിട്ട് വന്നേനെ. റൈറ്റ്, റഫായിട്ട് വരയ്ക്കാം. ഇതാണ് സ്ട്രെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബട്ട് ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. സി ദിസ് ഇസ് സ്ട്രെയിറ്റ്, റൈറ്റ്, ബട്ട് ദിസ് വൺ ഈസ് അലൈൻ ലൈക്ക് ദിസ്, നോട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ വന്നു. ക്ലിയർ? അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡ്യൂ ടു എർത്ത് റിസംബിൾസ്. അപ്പോൾ നോക്കിയേ ഇങ്ങനെ. അപ്പോൾ ഇനി ആരോസ് വരയ്ക്കണ്ടേ അല്ലേ? നോർത്തൊക്കെ ഇങ്ങനെയല്ലേ ഫേസ് ചെയ്തെന്ന് പറയണേ. അപ്പോൾ ഇങ്ങനെ പോയി. ക്ലിയർ ആവുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനിക്കേണ്ട ഇങ്ങനെയല്ലേ? Right, but this one also comes like this. Right, so that means like this means in this end like this. അല്ലേ? അപ്പോൾ ഏതാണ്ട് ഒരു എന്താണ് മാഗ്നറ്റ് മാരിന, അല്ലെങ്കിൽ ഐ ക്യാൻ സേ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റിക് ഡൈപോൾ അല്ലേ? മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ബാർ മാഗ്നറ്റ് മാരി നോർത്ത് സൗത്ത്, ഇതൊരു മാഗ്നറ്റിക് ഡൈപോൾ അല്ലേ? There are two poles, it's a magnetic dipole, right? So സാധാരണ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മാറിയിരിക്കുന്നു. സോ വി ക്യാൻ കൺസിഡർ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കൺസിഡർ ചെയ്യാം എന്ത്, ഇവിടുത്തെ ഒരു ബാർ മാഗ്നറ്റ് ആണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദിസ് ആസ് എ ബാർ മാഗ്നറ്റ് അല്ലേ? എർത്തിനെ മൊത്തത്തായിട്ട് ഞാൻ കൺസിഡർ ചെയ്യണം കേട്ടോ ഒരു ബാർ മാഗ്നറ്റ്. ഉള്ളിൽ വരയ്ക്കണത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞേ ഇതിൽ നിന്ന് ലൈൻസ് ഇവിടെ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം എന്ത്, നോർത്ത്, ഇതായിരിക്കണം എന്ത്, സൗത്ത് അല്ല? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അങ്ങനെയല്ലേ വരിക? ക്ലിയർ ആവുണ്ട് ഞാൻ ഇരിക്കുന്നത്? റൈറ്റ്, വി ആർ അസ്യൂമിങ് ഗൈസ്, ഇത് പഠിക്കാൻ വേണ്ടി ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എന്താണ് പ്ലെയിൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദർ ഈസ് എ ബാർ മാഗ്നറ്റ് ഇൻസൈഡ് ദ എർത്ത് ഡ്യൂ ടു ദിസ് പ്രസൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ക്ലിയർ? എന്നാലും പഠിക്കാൻ സുഖമുള്ളൂ. റൈറ്റ്, ഇനി നോക്കിയേ, ഇനി മാഗ്നറ്റിക് നീഡിൽ ഞാൻ ഇനി മുതൽ ഇങ്ങനെ വരയ്ക്കാൻ പോകണം ഗൈസ്. മാഗ്നറ്റിക് നീഡിൽസ് ഐ വിൽ ഓൺലി ഡ്രോ ലൈക്ക് ദിസ്. റൈറ്റ്, നൗ വാട്ട് ഹാപ്പൻസ് വെൻ മാഗ്നറ്റിക് നീഡിൽസ് ആർ പൊസിഷൻഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. റൈറ്റ്, ഇപ്പം സപ്പോസ് ഞാൻ 2 പോയിന്റിലാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ, അതായത് മുകളിലും താഴെയും. റൈറ്റ്, സോ വെൻ യു കീപ് ദ മാഗ്നറ്റിക് നീഡിൽ വെർട്ടിക്കലി വയ്ക്കാൻ പോവാണ്. റൈറ്റ്, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കലി സാധാരണ ഇങ്ങനെ ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിചാരിക്കും, ഇങ്ങനെ തന്നെ ഹോറിസോണ്ടലായിട്ട് ഞാൻ കൊണ്ടുപോയി ഇവിടെയാണ് ഞാൻ നിൽക്കാൻ പോണേ. ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ കിടന്നിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ, ഇറ്റ് അലൈൻഡ് ഇറ്റ് സെൽഫ് ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഞാൻ ഇങ്ങനെ കൊണ്ടുപോയിരുന്നത് ബട്ട് ഇറ്റ് കെയിം ആസ് എ വെർട്ടിക്കൽ. അപ്പോൾ ഇങ്ങനെ വന്ന് അറേഞ്ച് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഇത് സൗത്ത് അല്ലേ? റൈറ്റ്, അപ്പോൾ ദ പ്ലേസ് വേർ ദ നോർത്ത് പോൾ ഓഫ് ദ നീഡിൽ റൈറ്റ് പോയിൻറ്റ്സ് റൈറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. റൈറ്റ്, നോക്കി ഒന്നുകൂടി ശ്രദ്ധിച്ചേ, പേര് കൊടുക്കാൻ പോകണം. ദ പ്ലേസ് വേർ ദ നോർത്ത് പോൾ റൈറ്റ്, സപ്പോസ് ഇതിൻ്റെ നോർത്ത് ഇങ്ങനെയാണ് വന്നത് അല്ലേ? ഇത് സൗത്ത് അല്ലേ? അപ്പോൾ ഒബ്വിയസ്ലി ഇതിവിടെ നോർത്ത് വരിക. അപ്പോൾ ദ പ്ലേസ് വേർ ദ നോർത്ത് പോൾ ഓഫ് ദ നീഡിൽ പോയിൻറ്റ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ് ദാറ്റ് ബിക്കെയിം ദ മാഗ്നറ്റിക് നോർത്ത് പോൾ. ക്ലിയർ ആവുണ്ടെങ്കിൽ ഏത് പോയിന്റിലേക്കാണ് നോർത്ത് ഓഫ് ദ കോമ്പസ് ഇങ്ങനെ കൊണ്ടുവന്ന്, ഞാൻ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു കോമ്പസിനെ കൊണ്ടുവന്ന് ഈ പോയിന്റിൽ വെച്ചപ്പോൾ പെട്ടെന്ന് അതിങ്ങനെ തിരിഞ്ഞു. റൈറ്റ്, അപ്പോൾ മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഇതിലേക്ക് തന്നെയല്ലേ പോയിന്റ് ചെയ്യുക. അപ്പോൾ നോർത്ത് ഡയറക്ഷൻ ഇവിടെയാണ് വന്നത്, സൗത്ത് ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ ദ പോയിന്റ് ഓൺ എർത്ത് ഇട്ടാ, പോയിന്റ് ഓൺ എർത്ത് വെർ ദിസ് മാഗ്നറ്റിക് നീഡിൽ പോയിന്റ്സ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, ദിസ് ബിക്കെയിം ദ മാഗ്നറ്റിക് നോർത്ത്. അതിന് MN എന്ന് എഴുതാം. എന്താണ്? മാഗ്നറ്റിക് നോർത്ത്. MN ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, MN. ക്ലിയർ ആവുന്ന വയ്ക്കുന്നത്. നൗ ദ പോയിന്റ്, ഇനി അതേമാതിരി ഇതേ കോമ്പസ് ഞാൻ കൊണ്ടുവന്ന് ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു. സോ സഡൻലി ഇറ്റ് ഫ്ലിപ്ഡ് in such a way that the south pole came like here and north pole here.
ഏതിൻ്റെ കോമ്പസിൻ്റെ കേട്ടോ right. So the point where the south pole of the compass pointed out on earth, this point was named as magnetic south. ക്ലിയർ ആവുന്നിരിക്കുന്നത്. സോ മാഗ്നറ്റിക് നോർത്തും കിട്ടി, മാഗ്നറ്റിക് സൗത്തും കിട്ടി. അപ്പോൾ എന്താണ്, മാഗ്നറ്റിക് നീഡിൽ ബിക്കംസ് വെർട്ടിക്കൽ അറ്റ് 2 points, right? The place where the north pole of the needle points vertically downward, that is a magnetic north pole, right? It is also called a north seeking pole. എന്താണ്, നോർത്ത് സീക്കിംഗ് പോൾ, അത് വേറെ പേരും കൂടിയാണ് കേട്ടോ. സോ മാഗ്നറ്റിക് നോർത്ത് പോളിൻ്റെ വേറെ പേരാണ് നോർത്ത് സീക്കിംഗ് പോൾ. Now similarly, right, similarly സൗത്തിലും നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ ഇതിനെന്താ പറയുക, മാഗ്നറ്റിക് സൗത്ത് പോൾ. ഏത്, ഈ പോയിന്റിനല്ല കേട്ടോ, അർത്തിലുള്ള പോയിന്റാണ് മാഗ്നറ്റിക് സൗത്തും മാഗ്നറ്റിക് നോർത്തും. അപ്പോൾ ഇത് സൗത്ത് സീക്കിംഗ് പോളാണ്, റൈറ്റ്? ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണേ, റൈറ്റ്. ഇനി ഞാൻ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫിഗറിന് ഈ വരകളൊന്നും ഇല്ലാണ്ട് വരയ്ക്കാൻ പോവാണ്. സോ ദിസ് ഇസ് അവർ എർത്ത്, റൈറ്റ്? സോ ഇവിടെ മാഗ്നറ്റിക് നോർത്ത്, സി സ്ട്രേറ്റ് വരയ്ക്കുകയാണ് എല്ലാത്തിനും ഞാനൊരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സോ ദാറ്റ് യു ആർ നോട്ട് കൺഫ്യൂസ്. ദിസ് ഇസ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് ദിസ് ബിക്കംസ് യുവർ മാഗ്നറ്റിക് സൗത്ത്, റൈറ്റ്? അങ്ങനെയായിരുന്നു നമ്മുടെ കോമ്പസ് വന്നിരുന്നത്, ഇങ്ങനെ. ഇത് റൈറ്റ്, ഇവിടെ എന്തായിരുന്നു കോമ്പസ് ഇങ്ങനെ വരുന്നത്. ക്ലിയർ ആവുന്നിരിക്കുന്നു, റൈറ്റ്? അപ്പോൾ ഇതിന് എനിക്ക്, റൈറ്റ്, വി ജോയിൻ ദീസ് 2 points, ഈ 2 പോയിന്റിനെ ഞാൻ ജോയിൻ ചെയ്യാൻ പോവാം, റൈറ്റ്? സോ അപ്പോൾ എർത്തിൻ്റെ റൊട്ടേഷൻ ചെയ്യണ ആക്സസ് ആണിത്, അല്ലേ? എർത്ത് റൊട്ടേഷൻ ചെയ്യണ ആക്സസ് ആണ്. പക്ഷേ നോക്കിയേ, വെൻ വി ജോയിൻഡ് ദിസ് 2 poles, റൈറ്റ്, മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത്, it is found that it is not same as at earth axis, അല്ലേ? എർത്തിൻ്റെ ആക്സസുമായിട്ട് സെയിം അല്ല, ഇങ്ങനെയല്ല കിടന്നത്, കുറച്ച് ചെരിവുണ്ട്. ആൻഡ് ദർ ഇസ് എൻ ആംഗിൾ, ആ ആംഗിളാണ് 11.3 ഡിഗ്രിയാണ് എപ്പോഴും ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ട്. അത് മാറണമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയണത് കേട്ടോ. ദറ്റ് ഇസ് ദ ആംഗിൾ ചേഞ്ച് വരുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് വീക്കായി വരുന്നുണ്ട്. അതൊക്കെ കുറച്ച് നിങ്ങൾ വല്ലപ്പോഴൊക്കെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വീക്ക്ലീസ് വായിക്കുക. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഫ്യൂ പ്രോബ്ലംസ് scientists are facing, that nowadays earthന്റെ മാഗ്നറ്റിസം വീക്കായി വരികയാണെന്ന്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത്രയും ഭാഗം. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാം, ഈ ആക്സസ് വെച്ചിട്ട് നമുക്ക് വേറെ 2 പേരും കൂടി ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഒരു ഫിഗറും കൂടി, ലോട്ട്സ് ഓഫ് ഫിഗർ ഗൈസ്. സി യു ഗൈസ് വിൽ ബി ഹാവിങ് ഓൺലി സിംഗിൾ ഫിഗർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ് ബൈ റീഡിങ് ദ ടെക്സ്റ്റ് ബുക്ക്, റൈറ്റ്? അപ്പോൾ പോസ് ചെയ്ത് വൃത്തിയായിട്ട് ഭാഗം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇറ്റ് ഇസ് നെവർ ഗോയിങ് ടു ബി എൻറ്ററിങ് യുവർ ഹെഡ്. അപ്പോൾ ഒന്നും കൂടി കേട്ടോ. സോ ഈ അഗെയിൻ ഐ എം ഡ്രോയിങ് അവർ എർത്ത്, റൈറ്റ്? ഇനി ഞാൻ വേഗം ചരിച്ച് മാത്രം വരയ്ക്കുള്ളൂ കേട്ടോ, അത് സെൻറ്റർ ആയിക്കോട്ടെ, റൈറ്റ്? ചരിച്ചു വരച്ചു. ദിസ് ബിക്കംസ് യുവർ മാഗ്നറ്റിക് നോർത്ത്, ദിസ് ഇസ് യുവർ മാഗ്നറ്റിക് സൗത്ത്. നൗ ദിസ് ഇസ് ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ ഓഫ് യുവർ എർത്ത്. യുവർ എർത്ത് അല്ല, നമ്മുടെ എർത്ത്, റൈറ്റ്? ദിസ് ഇസ് ആക്സസ് ഓഫ് റൊട്ടേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതെന്തായിരിക്കും? നോർത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ നോർത്ത്, റൈറ്റ്? സിമിലർലി ദിസ് ഇസ് യുവർ ജോഗ്രഫിക്കൽ സൗത്ത്. ക്ലിയർ ആവുന്നിരിക്കണേ. അപ്പോൾ എത്ര പോൾസ് നമുക്കറിയാം? ജോഗ്രഫിക്കൽ നോർത്ത്, ജോഗ്രഫിക്കൽ സൗത്ത്, മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത്. ക്ലിയർ? സോ വാറ്റ് ഇസ് മാഗ്നറ്റിക് നോർത്ത്? മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പോയിൻ്റ് ചെയ്യണ പോയിന്റ്. ക്ലിയർ? മാഗ്നറ്റിക്കിൻ്റെ നീഡിലിൻ്റെ സൗത്ത് പോൾ പോയിൻ്റ് ചെയ്യണ പോയിൻ്റാണ് മാഗ്നറ്റിക് സൗത്ത് ഓൺ എർത്ത് സർഫസ്. ക്ലിയർ ആവുന്നിരിക്കുന്നത്, റൈറ്റ്? ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി ഇത് കുറച്ചും കൂടി പണിയുണ്ട്. കുറച്ചും കൂടി നമുക്ക് ജോഗ്രഫിക്കൽ ഇക്വേറ്റർ, മാഗ്നറ്റിക് ഇക്വേറ്റർ എന്താണെന്ന് പറയണം. ക്ലിയർ? ഇനി പടം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ആദ്യം ഏറ്റവും എളുപ്പമുള്ള ഭാഗം നോക്കാം. ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും മാത്രം നോക്കുക. ഡോണ്ട് ലുക്ക് അറ്റ് മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത് നൗ. ജോഗ്രഫിക്കൽ നോർത്തും ജോഗ്രഫിക്കൽ സൗത്തും പാസ് ചെയ്യണ പ്ലെയിൻ എങ്ങനെ? പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ ഞാൻ എങ്ങനെ വരയ്ക്കേണ്ടി വരും? ഇങ്ങനെ വരയ്ക്കേണ്ടി വരും അല്ലേ? റെഡ് കളർ കാണുമെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? സ്കെച്ച് വെച്ച് വരച്ച് കഴിഞ്ഞാൽ ഡാർക്കിഷ് വല്ലാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് കേട്ടോ. സോ ദിസ് ഇസ് ദ പ്ലെയിൻ ഫോർ geographical north and geographical south, like this.
അല്ലേ? ടൈം ഇവരെ നോക്കല്ലേ, റൈറ്റ്? അപ്പോൾ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇത് പോകണം, റൈറ്റ്? ആൻഡ് ദിസ് പ്ലെയിൻ ഈസ് നോൺ ആസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ജോഗ്രഫിക്കൽ ഇക്വേറ്റർ. 10ാം ക്ലാസ്സിന് താഴെ പഠിച്ചിട്ടുള്ളത്. ദിസ് ഇസ് യുവർ ജോഗ്രഫിക്കൽ ഇക്വേറ്റർ, റൈറ്റ്? ഇനി നമ്മൾ 10ാം ക്ലാസ്സിലല്ലാണ്ട് ഇപ്പോൾ പഠിക്കാൻ പോണത്, ഇങ്ങനെ ജോഗ്രഫിക്കൽ ഇക്വേറ്റർ ഉണ്ടെങ്കിൽ ഈ മാഗ്നറ്റിക് ഇതൊരു ആക്സസ് മാതിരിയല്ലേ വിത്ത് റിഗാർഡ് ടു മാഗ്നറ്റിക് നോർത്ത് ആൻഡ് മാഗ്നറ്റിക് സൗത്ത്. അപ്പോൾ അതിനൊരു പ്ലെയിൻ വരയ്ക്കാമല്ലോ. യെസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പ്ലെയിൻ. സോ പുറത്ത് പോയാ right? This green color acts or a plane, this is known as what? Magnetic equator. ഇതാണ് മാഗ്നറ്റിക് ഇക്വേറ്റർ. ക്ലിയർ? അപ്പോൾ ജോഗ്രഫിക്കൽ ഇക്വേറ്ററും മാഗ്നറ്റിക് ഇക്വേറ്ററും. What is geographical equator? It is a plane which is perpendicular to geographical north and geographical south. Magnetic equator is a plane which is perpendicular to magnetic north and magnetic south. Clear ആവുന്നു വിചാരിക്കുന്നത്, റൈറ്റ്? നൗ ഗൈസ് ഒരു ജസ്റ്റ് ക്വിക്ക് റിവ്യൂ ചെയ്യാം, റൈറ്റ്? അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ടേംസ് റിലേറ്റഡ് ടു റിലേറ്റഡ് ടേംസ് കുറച്ച് പഠിക്കാനുണ്ട്. അതിന് മുമ്പ് ലെറ്റ്സ് മൂവ് ഓൺ. ആദ്യത്തെ കാര്യങ്ങൾ തന്നെ പറയാം. സി ദിസ് ആൻഡ് ഓൾ അല്ല, ഇത് നമ്മുടെ ജൂപ്പിറ്റർ കേസുകളല്ല. വൈ ദ തിയറി ഈസ് ഫസ്റ്റ്. I just want to make you understand how this figure came up. First point in the how a compass aligns along with the magnetic field. A compass always aligns in this way. North pole of a magnet always faces a magnetic field, right? അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊസിഷനിലും ഞാൻ എന്ത് ചെയ്യാണ്, വി ആർ പൊസിഷനിങ് ദ compass. We found that the north is for positioning in this way, right? ഈ പോയിന്റിൽ വെക്കുമ്പോൾ നോർത്ത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഈ പോയിന്റിൽ വെക്കുമ്പോൾ നോർത്ത് ഇങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ അതിനനുസരിച്ച് വി ഡ്രൂ ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എർത്ത്. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് വരച്ചപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് വന്നത്, റൈറ്റ്? കുറച്ച് ചെരിവായിട്ടും റൈറ്റ് സൈഡിൽ ബ്രോഡായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ലെഫ്റ്റ് സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്വൈറ്റ് ക്ലോസ് ടു ഈച്ച് അതർ എന്ന് ഫീൽ ചെയ്തു, റൈറ്റ്? Right, അതിൻ്റെ ബേസിസിൽ we saw that if the magnetic field lines are arising from the below portion means this pole has to be north, and it is reaching over here means coming into, then that point becomes your south. So imaginary dipole exist ചെയ്യണം അല്ലെങ്കിൽ അസ്യൂം ചെയ്യാൻ പോവാണ് നമ്മൾ ഇനി മുതൽ ഈ എർത്തിൻ്റെ ഉള്ളിൽ. ക്ലിയർ? After assuming the south and north pole of earth, എർത്തിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും അസ്യൂം ചെയ്തതിന് ശേഷം നമ്മളൊരു പോയിൻ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്. ഇത് നമ്മൾ ഇൻസൈഡ് മാഗ്നറ്റ് വരച്ച് മനസ്സിലാക്കിയിരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോള്, റൈറ്റ്? അത് ഞാൻ ഇനി പിന്നെ പറയേണ്ട കാര്യമല്ലോ. അപ്പോൾ നമ്മൾ ഈ നീഡിൽ വെച്ചിട്ടല്ല, പൊസിഷൻ വെച്ചിട്ടല്ല നമ്മൾ ഈ ലൈനൊക്കെ വരച്ചത്. അങ്ങനെ വയ്ക്കുന്ന ഇടവേളയിൽ in between that we found that this magnetic needle when kept at this point, right, it perfectly was vertically downward ആയിരുന്നു. ഇവിടെയൊക്കെ വെക്കുമ്പോൾ എന്തായിരുന്നു, ചെരിവുണ്ടെന്ന്, റൈറ്റ്? ഈ ഒരു പോയിന്റിൽ വന്നപ്പോൾ ഇറ്റ് വാസ് സ്ട്രേറ്റ് ഡൗൺ, ഇൻഡിക്കേറ്റിംഗ് നോർത്ത് ഡൗൺവേർഡ്സ് at the top position and south in this position. So this point where the north pole of your compass shows, that was named as magnetic north or north seeking pole, and the point where the south is following, right, or south seeking pole ആയിട്ട് നമ്മൾ നെയിം ചെയ്തു, or the magnetic south pole ആയിട്ട്, right? When we drew it again like this and we joined magnetic north and magnetic south, and this is the axis of rotation of our earth. അത് earth ഇങ്ങനെ സ്പിൻ ചെയ്യുന്നത് ഈ ആക്സിസിലാണ്. So they found that there is a slight angle between the magnetic north, magnetic south line with the axis of rotation, and this angle is 11.3 degree, which changes, right? കുറച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്, right? Now we understood two other terms, which is magnetic equator and geographic equator. The plane which is perpendicular to the axis of rotation, or I can say the line connecting geographical north and geographical south, is known as geographical equator, which you have learned in your lower class.
and the plane which is perpendicular to the line joining magnetic north and magnetic south is known as magnetic equator. ഇത്രയും രണ്ട് ടേംസ് നമ്മൾ കഴിഞ്ഞു. Now we are going for the one of the most important term in this section, which is angle of dip or inclination. And the angle of dip, DIP, or it is known as inclination. Right. ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ the angle which the dip needle makes with the horizontal of earth surface. എന്താണ്? The angle which the dip needle makes with the horizontal of earth surface. അപ്പോൾ നമ്മൾ ചോദിക്കും, what do you mean by dip needle? ഒരു കോമ്പസ് നീഡിൽ തന്നെയാണ് ഡിപ്പ് നീഡിൽ. അപ്പോൾ കോമ്പസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഓൾവേസ് ഷോസ് നോർത്ത് സൗത്ത് ഡിറക്ഷൻ. പക്ഷേ എല്ലാം കോമ്പസും ഐദർ ഇങ്ങനെയല്ല, അതായത് ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ, ഹോറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് കേട്ടോ, അത് ഹോറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹോറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. ക്ലിയർ ആവുമ്പോൾ ഇങ്ങനെ ഹോറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെയാണ് നീങ്ങുക. റൈറ്റ്, ഇതാണ് ഹോറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പസ് മൂവ്സ് ലൈക്ക് ദിസ്. റൈറ്റ്, ക്ലിയർ ആവുമ്പോൾ. പക്ഷേ ഡിപ്പ് നീഡിൽ എന്താ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം കൂടെ. ഇറ്റ് ക്യാൻ ഓൾസോ സൈ അലോങ് വിത്ത് ഇത്. ഞാനൊരു പോയിന്റ് വയ്ക്കണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ക്യാൻ മൂവ് അപ്പ് ആൻഡ് ഡൗൺ ലൈക്ക് ദിസ്. ക്ലിയർ ആവുന്ന ഇങ്ങനെ വെച്ചാലാണ് മനസ്സിലാവുന്നത് വെച്ചാൽ ഇറ്റ് ക്യാൻ മൂവ് ലൈക്ക് ദിസ്. ഇങ്ങനെയും റൊട്ടേറ്റ് ചെയ്യാം, മുകളിലോട്ടും താഴോട്ടും, അല്ല ഡിപ്പ് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ ഡിപ്പ്. So that is known as dip needle. So a magnetic needle which can move in both horizontal and വെർട്ടിക്കൽ പ്ലെയിൻ. ഇതല്ലേ വെർട്ടിക്കൽ, ഇങ്ങനെയും നീങ്ങാൻ കഴിയും, ഇങ്ങനെയും നീങ്ങാൻ കഴിയും. അങ്ങനെ കഴിയുന്നൊരു നീഡിലിനെയാണ് എന്ത്? ഡിപ്പ് നീഡിൽ എന്ന് പറയുന്നത്. സോ the angle made by a dip needle with the horizontal of earth surface is known as angle of dip or inclination. ഇതിനുള്ള ഡെഫിനിഷൻ മാത്രമായിട്ടുള്ളൂ. റൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു ഡ്രോ ദ ഡയഗ്രാം ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഡയഗ്രാം അഗെയിൻ ഗൈസ്. അപ്പോൾ കുറച്ച് എർത്തിനെ ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. നമുക്ക് എർത്തിനെ കുറച്ച് ചെറുതായിട്ട് വരച്ചാലോ? റൈറ്റ്. അപ്പോൾ ഇവിടെ എന്ത്? മാഗ്നറ്റിക് നോർത്ത്, ഇവിടെ മാഗ്നറ്റിക് സൗത്ത്. റൈറ്റ്. അപ്പം നമുക്കൊരു ജോഗ്രഫിക് ഇക്വേറ്റർ മാഗ്നറ്റിക് ഇക്വേറ്റർ എൻ്റെ ലൈനായിട്ട് വരയ്ക്കാൻ പോകില്ല കേട്ടോ. റൈറ്റ്. പിന്നെന്താ, നമുക്ക് ഇവിടെ ലൈൻസ് വരയ്ക്കാം, അല്ല കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാം. റൈറ്റ്. ക്ലിയർ ആവുണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരുന്നു പൊസിഷൻ? നമ്മുടെ മാഗ്നറ്റിക് നീഡിലിൻ്റെ ഇവിടെ നോർത്ത്, ഇതിൻ്റെ സൗത്ത്. മാഗ്നറ്റിക് നീഡിൽ ഇവിടെ വയ്ക്കുമ്പോൾ ഇവിടെ സൗത്ത്, നോർത്ത്. ക്ലിയർ ആവുണ്ടിരിക്കുന്നത്. ചോദിക്കാം അപ്പോൾ ശരിക്കും കാണാം. ക്ലിയർ. റൈറ്റ്. ഇനി നമ്മൾ നോക്കിയേ, നമ്മൾ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ പോട്ടോ. വി ആർ ഗോയിങ് ടു ടേക്ക് ദിസ് ഡിപ്പ് നീഡിൽ. റൈറ്റ്. ഡിപ്പ് നീഡിലിൻ്റെ ആംഗിളായിരുന്നു നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ വി ആർ ഗോയിങ് ടു മൂവ് ദിസ് ഡിപ്പ് നീഡിൽ ആൻഡ് വി ആർ ഗോയിങ് ടു മൂവ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ ആൻഡ് എർത്ത് സർഫസ്. ഈ എർത്ത് സർഫസിൻ്റെ പല പൊസിഷനിൽ നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. റൈറ്റ്. സപ്പോസ് രണ്ട് പോയിൻ്റ് മാർക്ക് ചെയ്യാണ്. ഇതാണ് എർത്തിന് ഞാനൊന്ന് ബ്ലാക്കിഷ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ പോയിന്റിൽ, ഈ മാഗ്നറ്റിക് ഇക്വേറ്ററിൽ ഈ പോയിന്റ് പിയിൽ ഒരു മനുഷ്യൻ നിൽക്കേണ്ടതായിരിക്കും. സപ്പോസ് എ പേഴ്സൺ ഇസ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്. സിറ്റിങ്ങിനേക്കാൾ നല്ല സ്റ്റാൻഡിങ് ആണ്. അപ്പോൾ സ്റ്റാൻഡ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ എന്താണ് പിടിക്കാൻ പോകുന്നത്? ഹീസ് ഗോയിങ് ടു ഹോൾഡ് എ നീഡിൽ. വിച്ച് നീഡിൽ? ഡിപ്പ് നീഡിൽ. റൈറ്റ്. സോ ഹീസ് ഗോയിങ് ടു ഹോൾഡ് എ ഡിപ്പ് നീഡിൽ. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. റൈറ്റ്. ഹീസ് ഗോയിങ് ടു ഹോൾഡ് എ ഡിപ്പ് നീഡിൽ. റൈറ്റ്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പറഞ്ഞ്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അല്ലേ? ഇവിടെ എങ്ങനെ ഉണ്ടാവുക? ഇത് നോർത്ത്, സൗത്ത്. ഈ ഡയറക്ഷനിലായിരിക്കും. നമുക്കറിയണതാ പറഞ്ഞെന്നുള്ള. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഇയാൾ ചരിച്ചിട്ടാണോ നിൽക്കണത്? അല്ല,
ഹോറിസോണ്ടൽ, ഇത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. ഈസ് എ പാർട്ട് ഓഫ് ഹിസ് സ്റ്റാൻഡിങ് ഓവർ ദ എർത്ത് സർഫസ്, റൈറ്റ്? സോ എർത്ത് സർഫസിൽ അയാളെ ഞാൻ ഇനി സ്ട്രൈറ്റ് ആയിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ വരയ്ക്കുകയാണെങ്കിൽ, പുറത്തുനിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നോക്കണമല്ല കേട്ടോ, ശരിക്കും അയാൾ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ നിൽക്കണ്ടാവുള്ളൂ. അതെ, അയാളുടെ മുകളിൽ കോമ്പസ് നോക്കി എങ്ങനെയാണ് നിൽക്കണേ? ഇയാളുടെ മുകളിൽ ഈ ഡയറക്ഷനിൽ നോർത്ത് അല്ലേ, നോക്കിയേ, റൈറ്റ്, ഈ ഡയറക്ഷനിൽ സൗത്ത് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായിരുന്നു? ഈ ഡയറക്ഷനിൽ അല്ലേ, ഡയറക്ഷൻ ഓഫ് ദ നോർത്ത്. ക്ലിയർ ആവുണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ അയാളുടെ കയ്യിലുള്ള കോമ്പസ് ഇങ്ങനെ തന്നെയല്ലേ നിൽക്കുന്നേ. സി ദ കോമ്പസ് ഇസ് ഇൻ വിത്ത് ഹിം ലൈക്ക് ദിസ് ഇറ്റ് സെൽഫ്, റൈറ്റ്? ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അല്ലാണ്ട് അത് ഡിപ്പ് ചെയ്യുന്നുണ്ടോ? നോക്കിയത് അയാൾ കയ്യിലിരിക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് അലോങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, റൈറ്റ്? സോ യുവർ കോമ്പസ് ഇസ് നോട്ട് അറ്റ് ഓൾ മൂവിങ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് അയാളുടെ കാഴ്ചപ്പാടിൽ, അയാളുടെ തലയുടെ മുകളിൽ നേരെയല്ലേ നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പിങ് ലൈക്ക് ദിസ്, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന്. ഇറ്റ് ഈസ് നോട്ട് ഡിപ്പിങ്, അത് ഡിപ്പ് ചെയ്യണില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, ഇങ്ങനെ ആവണില്ല. ഒരാളിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഏത് പൊസിഷനിൽ ഇങ്ങനെ വെച്ചിപ്പോൾ ഫൗണ്ട് ദാറ്റ്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് അറ്റ് മാഗ്നറ്റിക് ഇക്വേറ്റർ അറ്റ് പോയിന്റ് P when a person was standing like this is his horizontal, അല്ലേ? ഇതാണ് അയാളുടെ ഹോറിസോണ്ടൽ, എർത്തിൻ്റെ ഹോറിസോണ്ടൽ. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ നീഡിൽ വാസ് ലൈക്ക് ദിസ് ഇറ്റ് സെൽഫ്, ഇറ്റ് വാസ് നോട്ട് ഡിപ്പിങ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഡിപ്പ് എന്താണ്? 0, റൈറ്റ്? സിമിലർലി ഇത് എന്ന് എഴുതാം. ഇതാണ് പ്രാക്ടിക്കലി കണ്ടുപിടിച്ചതാണ് കേട്ടോ. ആറ്റ് മാഗ്നറ്റിക് ഇക്വേറ്റർ. ഇനി പോയിന്റ് Q എടുക്കാം. ക്യൂവിൽ ഇതേമാതിരി ഒരാളിങ്ങനെ നിൽക്കാമെന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പോൾ അതിൻ്റെ അയാളൊന്ന് കുറച്ച് വരച്ച് നോക്കി നിങ്ങൾ. ഹോറിസോണ്ടൽ അയാൾ നിൽക്കുകയാണ്, അയാളിവിടെ നിൽക്കുകയാണ് അല്ലേ. അയാളുടെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരിക, ഇങ്ങനെ ചരിച്ച് വെച്ച് നോക്കിക്കോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ വരുന്നത്? ഇവിടെ സൗത്തും ഇവിടെ നോർത്തും അല്ലേ, സൗത്ത് നോർത്ത്. എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക? ഈ ഡയറക്ഷനിൽ അല്ലേ. അപ്പോഴായാലും നമ്മുടെ നീഡിൽ ഡിപ്പ് ചെയ്യണത് കാണില്ല. സോ ദ ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് 0. ക്ലിയർ ആവുകൊണ്ട് ഇരിക്കുന്നത്. ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് കേട്ടോ. സപ്പോസ് ഹി ഈസ് അറ്റ് മാഗ്നറ്റിക് നോർത്ത് പോൾ. അതായത് മാഗ്നറ്റിക് നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇയാൾ ഇവിടെയാണ് നിൽക്കണമെന്ന് വെച്ചോ, ഇവിടെ. ഓക്കെ, അപ്പം ഞാനൊന്നുകൂടി ഇവിടെ വരയ്ക്കട്ടെ, ഇവിടെ വരയ്ക്കാം, അതായിരിക്കും നല്ലത്. ഈ പൊസിഷൻ വെച്ച് ഞാനിവിടെ വരയ്ക്കുകയാണേ. ഈ സ്റ്റാൻഡിങ് ലൈക്ക് ദിസ്. അയാളുടെ തലേൻ്റെ മുകളിൽ ഇങ്ങനെയല്ല നിൽക്കുന്നത് അല്ലേ. ഇത് നോർത്ത് സൗത്ത്, ഇത് നോർത്ത് സൗത്ത്. ഇതാണ് അയാളുടെ ഹോറിസോണ്ടൽ അല്ലേ. അയാളുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? ഇങ്ങനെ പോണത് അല്ലേ, റൈറ്റ്? സോ ഹോറിസോണ്ടലിൽ ഈ നീഡിൽ എങ്ങനെ നിൽക്കണേ? ഈ ആംഗിൾ എന്താ വരിക? നമുക്ക് ഇതിലൊന്ന് വരച്ച് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 90 ഡിഗ്രി, റൈറ്റ്? ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ വന്നപ്പോൾ നീഡിൽസ് ഇങ്ങനെ നിൽക്കണത് എന്തായി? ഒന്ന് ഡിപ്പായി പെർഫെക്റ്റ്ലി, റൈറ്റ്? ഇറ്റ് മെയ്ഡ് എ ഡിപ്പ് ആൻഡ് ദാറ്റ് ഡിപ്പ് ആംഗിൾ I is equal to 90 ഡിഗ്രി. ഇത് നമുക്ക് നെക്കഡായിൽ കാണാവുന്നതുള്ളൂ. അതായത് ഇവിടെയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടായിരുന്നു നീഡിൽ നിന്നിരുന്നത്. ക്ലിയർ ആവുണ്ടോ? ബട്ട് പോൾസ്, മാഗ്നറ്റിക് നോർത്ത് പോൾസിലായപ്പോൾ ഇങ്ങനെ നിന്നിരുന്ന ആളൊന്ന് ചരിഞ്ഞു എന്ന്. ഇറ്റ് മൂവ്സ് ലൈക്ക് ദിസ് ഡൗൺവേർഡ്സ് ആൻഡ് ഇറ്റ് മൂവ്സ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഹോറിസോണ്ടൽ ആൻഡ് ദാറ്റ് ആംഗിൾ മേക്സ് ദിസ് 90 ഡിഗ്രി. അതേമാതിരി ഇങ്ങനെ സൗത്ത് പോളിലും വരിക ഉണ്ടോ? ഇങ്ങനെ ഇവിടെയാണ് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ, റൈറ്റ്? അയാൾ തല ഇങ്ങനെ, റൈറ്റ്? അപ്പോൾ അയാൾ തല എങ്ങനെ വെച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ. ഞാനെങ്ങനെ വരയ്ക്കുക? തല കുത്തിട്ടാണോ സൗത്ത് പോളിൽ നിൽക്കുക? അല്ലല്ലോ. ഇതല്ലേ ഗ്രൗണ്ട് സർഫസ് ഉണ്ടാവുക, അത് ഹൊറിസോണ്ടൽ. അയാളുടെ കയ്യിൽ വരുമ്പോൾ ഇവിടെ സൗത്ത് വരും, ഇവിടെ നോർത്ത് വരും, റൈറ്റ്? സോ ദ നീഡിൽ മേക്സ് an angle 90 degree with the horizontal. So the dip angle is 90 degree. Clear ആവുന്നതോ? ടേക്ക് യുവർ ടൈം ഗൈസ്, റിവൈസ് ഇറ്റ്, ഒന്നുകൂടി കേട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.